ദീപം ദീപം തൊട്ടാവാടിയുടെ സങ്കടം ഇതുവരെ മാറിയില്ലേ? ഇനി ഇങ്ങനെ മുഖം കറുപ്പിച്ച് നടന്നാ പോരാ. അഗ്നിസാക്ഷിയായി നിന്നെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുക. അച്ഛൻ ഞാനതങ്ങ് ഉറപ്പിച്ചു. എൻ്റെ തുളസിമോളുടെ കല്യാണം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെ ജനുവരി 3 തന്നെ നടത്തണം. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അത് നന്നായി മോനെ. അല്ല മോളെ, ഇവിടെ പത്രം ഇടുന്നൊരു പയ്യനുണ്ടെന്ന് വിനയം പറഞ്ഞു. കണ്ണൻ. ആ പയ്യന്റെ വീട് എവിടെയാ? അവിടെ മേലെ കാണുന്ന. എന്റെ മോളുടെ കല്യാണത്തിന്റെ ഫോട്ടോ പത്രത്തിലിടണം. പത്രക്കാരൻ അയൽവക്കത്തായതുകൊണ്ട് പരസ്യത്തിന് ഡിസ്കൗണ്ട് കിട്ടാതിരിക്കില്ല. മാത്രമല്ല കല്യാണ ചെറുക്കനൊരു ന്യൂസ് പേപ്പർ ബോയ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് കൂടും. എന്റെ മോളുടെ ഇഷ്ടത്തിന് ഈ അച്ഛൻ ഇതുവരെ ഒരു തടസ്സവും പറഞ്ഞിട്ടില്ലല്ലോ. വിനയനെല്ലാം എന്നോട് പറഞ്ഞു. കണ്ണൻ, ആ പയ്യനെടുത്ത തീരുമാനത്തിൽ അവന്റെ വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഒന്ന് നേരിട്ട് കാണുക പോലും ചെയ്യാതെ ഞാൻ ഈ തീരുമാനം എടുത്തത്. എന്റെ മോക്ക് തെറ്റുപറ്റില്ലെന്ന് ഈ അച്ഛൻ അറിയാം. അച്ഛ, നമുക്ക് നാളെ തന്നെ കണ്ണന്റെ വീട് വരെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് സംസാരിക്കണം. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. സന്തോഷമായില്ലേ എന്റെ മോക്ക്? വളരെ. മതി മതി മതി, നിർത്തിക്കോ. മാഷിവിടുണ്ടായിരുന്നു. വിദ്യാരമാഷേ, എന്നോട് പറഞ്ഞതുപോലെ പന്തലിടാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ബാക്കി വരാനുണ്ട്. അത് അടുത്ത ട്രിപ്പിന് ഞാൻ ഇനി കൊണ്ടുവരും. ഇതിപ്പോ നേരത്തെ അതെന്നറിയോ, നാളെ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ അല്ലേ, 2000 പിറക്കുമല്ലേ. ഇന്ന് രാത്രി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ഒരൊറ്റ ഒരെണ്ണത്തിന് വെളിവ് ഉണ്ടാകത്തില്ല. നല്ല ഹീറ. അവസാനം ജനുവരി 3 കല്യാണം കഴിഞ്ഞാലും നമുക്കിവിടെ പന്തലിടൽ നടക്കത്തില്ല. അപ്പുറത്തെ ചെറുക്കൻ ഇപ്പുറത്തെ പെണ്ണിനെയല്ലേ കല്യാണം കഴിക്കുന്നത്. 2 പേർ കൂടെ ഒരൊറ്റ പന്തല് പോരെ. മനസ്സിലായോ? മോളെ, നിന്റെ കല്യാണത്തിലുള്ള പന്തൽ ഉയരാൻ പോവാ. ഇനിയെങ്കിലും എന്റെ മോളൊന്ന് ചിരിക്കോ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. അതങ്ങനെ മോളെ, എല്ലാ സന്തോഷങ്ങൾക്കിടയിലും ഒരു ദുഃഖം ബാക്കിയാവും. നടക്കില്ല. ഈ കല്യാണം ഞാൻ നടത്തിക്കില്ല. ഇതിനൊരു 5 പുക ആഞ്ഞു വലിച്ച എന്തെങ്കിലും ഒരു ബുദ്ധി തലയിലുദിക്കും. മുതലാളി കണ്ണനിട്ട് കൊടുത്ത പണികളെല്ലാം മുതലാളിക്ക് തന്നെ തിരിച്ചടിക്കുകയാണല്ലോ. ആദ്യം സ്പിരിറ്റ് കേസ്, ഇപ്പത് മുതലാളി നോട്ടമിട്ട് വെച്ച പെണ്ണിനെ കണ്ണൻ കല്യാണം കഴിക്കാനും പോകുന്നു. നാളെ ഈ വർഷം പോകും, എന്നിട്ട് പുതിയ വർഷം വരും. അത് വെറും വർഷമല്ല, 2000. അതിന്റെ ആഘോഷത്തിനൊരു വെറൈറ്റി വേണ്ടടാ. ഇത്തവണത്തെ വായനശാലയുടെ പുതുവർഷം തകർത്താടുമ്പോ എനിക്കും തകർത്താടണം. മനസ്സിലായോ? എനിക്ക് വേണം അവളെ, തുളസിയെ. കണ്ണൻ അവൻ എൻ്റെ ഇച്ചിരി തന്നാ മതി. പൊട്ടി. മില്ലേനിയം 2000 പുതുവത്സരാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ അമിട്ടുകളും ഗുണ്ടുകളും മുകുന്ദൻ തകർക്കുവാണല്ലോ. നമ്മുടെ കല്യാണം ഉറപ്പിച്ചു കാരണം ഇത്തവണത്തെ വായനശാലയുടെ വാർഷികത്തിന്റെ ഒരു കാര്യത്തിന് സഹായിക്കാൻ കൂടാൻ പറ്റിയിട്ടില്ല. കുഞ്ഞിമോൻ പ്ലാക്കിണ്ടി. കാര്യങ്ങളൊക്കെ എന്തായി? എല്ലാം ഓക്കെ അല്ലേ? കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നിന്നെ ഈ ഏരിയ കണ്ടിട്ടില്ല. തുളസി കൂടുതലുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. നേരം കിട്ടണ്ട. നീ ചങ്കിനെയും കൂരിയും കണ്ടായിരുന്നോ? ഡാൻസ് ഉള്ളതാ, അവരിതുവരെ വന്നിട്ടില്ല. അവര് പകല കുന്നുംപാറ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. പല കാര്യ പുരിയാ പിടിച്ചാണ്ട് വെക്കാണ്. പോടാ അവിടുന്ന്. കണ്ടിട്ടാ, വാ നമുക്കൊന്ന് പോയി തിരക്കിട്ട് വരാം. ഞാനൊന്ന് നോക്കിട്ട് വരാം. ഇവിടെ ആരും കാണാനില്ല. കുന്നുമാരിലേക്ക് വരാറില്ലല്ലോ. ചങ്കേ
ന്യൂ ഇയർ ആഘോഷിക്കാൻ കൂടെയുള്ള വാലാട്ടിക്കളികളെ തേടി ഇറങ്ങിയായിരിക്കും രണ്ടുപേരും അല്ലേ? അവരെവിടെ? അവരിത്തവണ എൻ്റെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കട്ടെ. തൊട്ടിത്തരാണെന്ന് അറിയാം, എങ്കിലും നിങ്ങൾ ഈ പാതിരാത്രിയോടെ എത്തിക്കാൻ എനിക്ക് വേറെ വഴിയില്ല. ഇവന്റെ മണിയറയിലേക്ക് നീ എത്തും മുമ്പ് എന്റെ കിടപ്പറയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. പിന്നെ എന്താ പോകണം? രണ്ടു ദിവസം കഴിഞ്ഞാലേ കതിർ മണ്ഡപത്തില് മണവാട്ടിയെ നിൽക്കേണ്ടവളാ നീ. മണവാളൻ അവൻ ചത്തുപോയി കാണും മോളെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ വിചാരിച്ചല്ലോ കേട്ടോ. എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എന്റെ ഇച്ചിൽ അവൻ തിന്നാ മതിന്ന്. പക്ഷേ അവൻ അതിലുള്ള യോഗ ഇല്ലടി മോളെ. അവൻ ഒരുപാട് മോഹിച്ചു പോയത്. ഇന്നെനിക്ക് മണിയറി കോഴിപ്പരയോ. കഴിഞ്ഞ ഓട്ടം കഴിഞ്ഞാടി ഓന്തോടി കടമര പൂടി വേലി വരെ ഓടടി ഓടാൻ. നീ എവിടെ ഏത് മാടത്തിൽ പൊളിക്കാൻ നോക്കിയാലും എന്റെ മുന്നിൽ തന്നെ വന്നു വിടും. കണ്ടടി ഇവിടെ ഓടി. നിക്കണം. എഴുതിച്ചു പോ. കഴിയണെന്ന എന്റെ പ്രാർത്ഥന. അപ്പന്റെ കണ്ണടഞ്ഞാലോ? അയ്യോ, അരുതാത്തൊന്നും പറയരുത്. ഒന്നുറപ്പാ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച കണ്ണേട്ടനൊപ്പം ഞാനും മരിക്കും. അങ്ങോട്ട് വിട്ടിട്ട്
ചേച്ചിയെ പിടിക്കുന്നു. അവരിപ്പോ കാണുക മുരളി, അത്രയ്ക്ക് അടയും ചക്കരയായിരുന്നവരല്ലേ അവര്. ആ മക്കളെ, മുരളി, രാജപ്പൻ അവിടെ മാറി നിൽക്ക. അവനെ വിളിച്ചുകൊണ്ടുപോയി ഒന്ന് കാണിക്കേ. അവരെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണണ്ടേ? രാജപ്പ, നാളെ കഴിഞ്ഞ് ഇതേ പന്തലില് മണവാളനായിട്ട് നിൽക്കേണ്ടവനവൻ ഇപ്പോ അതേ പന്തലില് എനിക്കാവില്ല അവനെ കാണാൻ. മുരളിയാശഞ്ചല്ലേ, രാജപേട്ടനെ ഞാൻ കൊണ്ടുവരാം. കണ്ണ ഒരു മക്കളെ കണ്ടു ചേട്ടനെന്നുള്ളത് ചേച്ചി ഒരു സ്ഥലത്ത് നടക്കാനാ ചക്കു പറയുന്നത്. ചക്കു പറഞ്ഞ പോലെ ചെയ്യാൻ പറയണേ.